തിരുവനന്തപുരം ജില്ലയെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. വർഷങ്ങളിലെ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടിയൊന്ന് നമുക്ക് എക്സാറിന്റെ സഹായത്തോടു കൂടി പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ വിശകലനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഓരോരോ മുന്നണികളുടെയും പ്രകടനം എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് പരിശോധിക്കാം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2016-ലും 2021-ലും എങ്ങനെയാണ് ഓരോ മണ്ഡലങ്ങളിലും ഓരോ മുന്നണികളും പ്രകടനം കാഴ്ചവെച്ചത്, അതുപോലെ ഈ കഴിഞ്ഞ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ മാറ്റങ്ങൾ, അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് ഈ എക്സാറിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തിരുവനന്തപുരം ജില്ല, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലം: വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, അരുവിക്കര, നെടുമങ്ങാട്, വാമനപുരം, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, കാട്ടാക്കട. ഇത്രയും മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. സംസ്ഥാനത്ത് കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം, നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം. അപ്പോൾ അവിടെ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF എവിടെയൊക്കെയാണ് നേടിയത്? നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കാട്ടാക്കട, ചിറയൻകീഴ്, പാറശാല, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വർക്കല, വാമനപുരം. ഇത്രയും ഇടങ്ങളിലാണ് 2016-ൽ LDF വിജയിച്ചു വന്നത്. എന്നാൽ UDF ആകട്ടെ വെറും 4 ഇടത്ത് മാത്രമാണ്. കോവളം, അരുവിക്കര, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, ഈ 4 ഇടത്താണ് UDFന് വിജയമുണ്ടായത്. ഇനി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കേരളത്തിൽ NDA ഒരു തവണ അത്തരത്തിൽ വോട്ട് നേടി അല്ലെങ്കിൽ സഭയിലേക്ക് എത്തിയത്, നമ്മൾ താമര വിരിയും എന്ന് പറയുമല്ലോ, വിരിഞ്ഞത് നേമത്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയായിരുന്നു 2016-ൽ ഒരു അസാധാരണ സാഹചര്യമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത്. NDAക്ക് ഒരു സീറ്റ് ഉണ്ടാകുന്നു, BJP നിയമസഭയിലേക്ക് രാജഗോപാലിലൂടെയൊക്കെ എത്തുകയും ചെയ്തു. ഇനി 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ LDF നേടിയത് നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല, അരുവിക്കര, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വാമനപുരം, നെടുമങ്ങാട്, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല. ഇത്രയും സ്ഥലങ്ങളിലാണ് LDFന് 2021-ൽ നമുക്കറിയാം LDF വലിയ തരത്തിൽ LDF തരംഗം ഉണ്ടായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ തിരുവനന്തപുരം ഒക്കെ ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന തരത്തിലേക്കാണ്. ആകെ UDF കോവളത്ത് മാത്രമാണ് ഒരു സീറ്റ് നേടിയത് എന്നുള്ളതാണ്. BJP ആ തവണ സീറ്റ് നേടിയില്ല, നിയമം വിട്ടുകൊടുത്തില്ല, തിരികെ പിടിക്കുകയാണ് LDF അവിടെ ചെയ്തത് വി ശിവൻകുട്ടിയിലൂടെ. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇതിനു മുൻപുണ്ടായ 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF എവിടെയൊക്കെയാണ് മേൽക്കൈ നേടിയത്? വർക്കലയിൽ 3718 വോട്ടുകളുടെ, ആറ്റിങ്ങലിൽ 12944 വോട്ടുകളുടെ ലീഡ്, നെടുമങ്ങാട് 13115 വോട്ടുകളുടെ ലീഡ്, വാമനപുരത്ത് 905, കഴക്കൂട്ടത്ത് 1909. ഇനി തിരുവനന്തപുരത്ത് 6346, അരുവിക്കരയിൽ 3854, പാറശാലയിൽ 12154, കാട്ടാക്കടയിൽ 8469, കോവളത്ത് 3621. ഇത്രയും വോട്ടുകളുടെ ലീഡാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ നേടിയത്. UDF ആകട്ടെ ചിറയൻകീഴിലും നെയ്യാറ്റിൻകരയിലും മാത്രമാണ് മേൽക്കൈ നേടിയത്. ചിറയൻകീഴിൽ 640 വോട്ടുകളുടെയും നെയ്യാറ്റിൻകരയിൽ 1556 വോട്ടുകളുടെയും. ഇനി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് NDA ആണ്. വട്ടിയൂർക്കാവിൽ 2497 വോട്ടുകൾ, നേമത്ത് 5049 വോട്ടുകളുടെ ലീഡ് കൂടി NDA അവിടെ നേടിയെടുക്കുകയും കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ഒക്കെ കയറുകയും ചെയ്ത ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ഉണ്ടായ നേട്ടവും കോട്ടവും ഒക്കെയാണ് ഓരോ മുന്നണിക്കും കൃത്യമായി ഇടത് കോട്ട എന്ന് പറയാവുന്ന രീതിയിലാണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്ത് ഈ മുന്നണികൾ കാഴ്ചവെച്ചത്. പക്ഷേ ഇത്തവണ നമ്മൾ വലിയ ത്രികോണ പോരാട്ടം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന, പ്രവചിക്കുന്ന മണ്ഡലങ്ങളൊക്കെ തിരുവനന്തപുരത്തുണ്ട്. വട്ടിയൂർക്കാവും നേമവും അടക്കമുള്ളത് എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം കുറച്ചുകൂടി നിർണായകമാകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ വിശദമായിട്ടുള്ള ചിത്രം കണ്ടല്ലോ. നമ്മൾ ഈ നേമം എന്ന് പറയുന്നത് 2016-ൽ NDA നേടി, അതിനുശേഷം തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ കോർപ്പറേഷൻ വന്നപ്പോൾ വീണ്ടും NDAക്ക് മേൽക്കൈ ഉണ്ടാവുകയും ചെയ്തു. ഇനി ഈ 2026-ലെ തെരഞ്ഞെടുപ്പ് ഫലം
നാളെ വിധി വരാനിരിക്കുമ്പോൾ എങ്ങനെയാകും, എന്താകും തിരുവനന്തപുരത്ത് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകുമോ ലിജോ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2016-നെയും 2021-നെയും അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ BJP അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായി മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ. അതിൽ നിഷേധിക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ള സ്വാധീനം തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ ഇതിൽ കാണുന്നത്. കഴിഞ്ഞ 2 തവണ ഇപ്പോൾ രാകേഷ് ഒക്കെ പറഞ്ഞതുപോലെ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏത് മുന്നണിയാണോ ആ മുന്നണിക്ക് ഭരണം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് LDF UDF എന്നുള്ളൊരു ബലാബലത്തിനപ്പുറത്തേക്ക് ഇത്തവണ LDFും UDF പ്ലസ് ഒരു NDA അല്ലെങ്കിൽ BJP എന്ന നിലയ്ക്ക് കുറേ കൂടി ശക്തമായ തരത്തിലേക്ക് BJP അവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് കുറച്ച് കാര്യങ്ങളിൽ ഉള്ളത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാട്ടാക്കട മണ്ഡലത്തിൽ V മുരളീധരനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുൻപിൽ നിന്നത്. അവിടെ V ജോയി 3ാം സ്ഥാനത്തേക്ക് പോയി. അതായത് ഇത്തവണ അവിടെ IB സതീഷ് 2021 വിജയിച്ച നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ V ജോയി അവിടെ 3ാം സ്ഥാനത്ത് പോകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. തദ്ദേശത്തിൽ അവിടെ NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. നേമത്തും സമാനമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ 22,126 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAക്ക് അവിടെ 5049 വോട്ടിൻ്റെ ലീഡുണ്ട്. ഈ തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയുണ്ട്. വട്ടിയൂർക്കാവിലും സമാനമായി തന്നെ NDAക്ക് 2497 വോട്ടിൻ്റെ ലീഡ് തദ്ദേശത്തിലുണ്ട്. 8162 വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിലൂടെ അവിടെ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ അതൊരു നമ്മൾ ഈ പറയുന്ന കാട്ടാക്കട അല്ലെങ്കിൽ നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ളൊരു ബലാബലം ഇത്തവണ നടക്കുന്നുണ്ട്. അവിടെ 2 പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് ആറ്റിങ്ങൽ മത്സരിച്ച V മുരളീധരൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, ഈ 2 ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 ആളുകൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഒരാൾ നേമത്താണ് മത്സരിക്കുന്നത്, മറ്റേ ആൾ കഴക്കൂട്ടത്താണ് മത്സരിക്കുന്നത്. കഴക്കൂട്ടത്തും സമാനമായ തരത്തിലുള്ള വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം. അപ്പം ഞാൻ BJPക്ക് ഇത്തവണ വളരെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളെന്ന് കണക്കാക്കപ്പെടുന്ന നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു അരിത്തമെറ്റിക്സ് അങ്ങനെയാണ്, അല്ലെങ്കിൽ കണക്കുകൾ അങ്ങനെ കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ശക്തമായ ത്രികോണ മത്സരം ഈ മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലാബലം ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ് തുണയ്ക്കുക, അവിടെ ചിലപ്പം ഒരുപക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും BJP വിജയിക്കും എന്നതിനപ്പുറത്തേക്ക് BJP അവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. BJP ആയിരിക്കും യഥാർത്ഥത്തിൽ അവിടെ ആര് ജയിക്കും എന്നതിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ മണ്ഡലങ്ങളിൽ. ആൽവിൻ, എന്താണ് ഇപ്പം UDFന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന വട്ടിയൂർക്കാവ്, നേമം അടക്കമുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ നേട്ടമുണ്ടാക്കാമെന്നാണ് UDF കരുതുന്നത്? സ്വാതി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 14 മണ്ഡലങ്ങളിൽ ബലാബലം എന്ന തരത്തിലാണ് 2 മുന്നണികളുടെയും ഒരു പ്രതീക്ഷ. 7-8, 8-7 എന്ന നിലയിൽ LDFും UDFും പ്രതീക്ഷിക്കുന്നെങ്കിൽ BJP അത് ഏതാണ്ട് 3 മണ്ഡലങ്ങൾ എന്ന തരത്തിലാണ് അവരുടെ പ്രതീക്ഷ. അതിൽ 2 മണ്ഡലം അവർക്ക് കിട്ടുമെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് UDF പ്രതീക്ഷ വയ്ക്കുന്നത് ചില മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ, നമുക്കറിയാവുന്നതുപോലെ CP ജോണിനെ അവിടെ കൊണ്ട് ആദ്യം തന്നെ പ്ലേസ് ചെയ്തു. വളരെ കൃത്യമായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വളരെ സജീവമായി നടത്തി. CP ജോണിനെ ഇത്തവണ അവിടെ ജയിപ്പിച്ചെടുക്കണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് UDF അദ്ദേഹത്തെ അവിടെ ഇറക്കുന്നത്. അവിടെ LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം പാളിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഘട്ടത്തിലെങ്കിലും ഒരു ചർച്ചയായി വന്നിരുന്നു. BJPക്കും ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം വിവിധ സഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് CP ജോൺ വലിയ ബന്ധമുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ശ്രമിച്ചിരുന്നു. എങ്കിൽ പോലും അത് ഗുണകരമാകും CP ജോണിന് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൂട്ടലായി പറയുന്നത്. കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റുമാണ്, കോവളത്ത് വിൻസെൻ്റ് മാത്രമാണ് UDFന് ഒരു MLA ലഭിച്ചത് തിരുവനന്തപുരത്ത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി അരുവിക്കരയിലേക്ക് വരുമ്പോൾ നല്ല ഫൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് V ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വലിയ തോതിൽ ഫൈറ്റ് ഉണ്ടാക്കി കയറി വരാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട തുടങ്ങിയ നാടാർ മേഖലകൾ, അവിടെ വലിയ മുന്നേറ്റമാണ് UDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും വാമനപുരത്തും വർക്കലയിലും നല്ല ഫൈറ്റ് ഉണ്ടാവും എന്ന് പറയുന്നു. വട്ടിയൂർക്കാവിൽ ഒരു പക്ഷേ നമുക്ക് ഈ അവസാന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ അവസാന ഘട്ടം വന്നപ്പോൾ UDFും LDFും തമ്മിലായി അവിടെ മത്സരം. BJP ഒരു പക്ഷേ അവിടെ നിന്ന് പിന്നോട്ടേക്ക് പോയി എന്ന തരത്തിലാണ് അവിടുത്തെ ഒരു പൊതു ചിത്രം വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ R ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം അത് എത്ര കണ്ട് വിനിയോഗിക്കാൻ അവിടെ BJPക്ക് കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ഒരു കടുത്ത മത്സരത്തിലൂടെയെങ്കിലും മുരളീധരൻ ഇത്തവണ വീണ്ടും വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കും എന്നുള്ളതിന് ഉറച്ച പ്രതീക്ഷയാണ് അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 7-8 മണ്ഡലങ്ങൾ UDFിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്.
അത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആൽവിൻ പറഞ്ഞതുപോലെ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ തലസ്ഥാനത്തെ ഈ പറയുന്ന മണ്ഡലങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് പ്രത്യേകമായിട്ടും നാടാർ ആളുകൾ, ആ വിഭാഗത്തിലുള്ള ആളുകൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദു വോട്ടുകൾ കൂടുതൽ ഉള്ള ആളുകളാണ്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രബലമായിട്ടുള്ള ഒരു വോട്ടുകൾ ലഭിക്കാനുള്ള. അപ്പോൾ അത് ഈ സാമുദായിക സമവാക്യങ്ങൾ ഈ തലസ്ഥാനത്തെ ഓരോ മണ്ഡലങ്ങളെയും ഏത് രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പാറശാല, കാട്ടക്കട മേഖലകൾക്ക് നാടാർ സാന്നിധ്യമുണ്ട്. നാടാർ പ്രബല വിഭാഗമാണ്. നാടാർ ഏകീകരണം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നാടാർ മാത്രമല്ല തിരുവനന്തപുരം. അവിടെ പിന്നെ ലത്തീൻ വോട്ടുകൾ വളരെ പ്രബലമായിട്ടുള്ള തീരദേശ മേഖലകളുണ്ട്. ഇഴവ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവ് പോലത്തെ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ നായർ വോട്ടുകളൊക്കെ കൂടിയ ഒരു സ്ഥലമാണ്. അതിൽ ഉപരി മധ്യവർഗ അപ്പൊളിറ്റിക്കൽ വോട്ടുകൾ നഗര മേഖലകളെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആലുവിനെല്ലാം കൂടി പറഞ്ഞു വെച്ചത് വെച്ചാൽ ഒരു 7-8 സീറ്റ് UDF ഇത്തവണ പോകുന്ന മാതിരിയാണ് കരുതുന്നത്. UDF പ്രതീക്ഷ എങ്ങനെയാണ്? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് തിരുവനന്തപുരം ജില്ല പിടിച്ചാൽ സംസ്ഥാനം പിടിക്കണം എന്നുള്ളതാണെങ്കിൽ ഈ കഴിഞ്ഞ തവണത്തെ 13-ൽ നിന്ന് താണ് ഒരു 8-ഓ 9-ഓ ആയാൽ പോലും കംഫർട്ടബിളായിട്ട്, കഴിഞ്ഞ തവണ 99 സീറ്റായിരുന്നു, 99-ൽ നിന്ന് താന്ന് 70-75 സീറ്റിലേക്ക് LDF പിടിക്കണമെങ്കിൽ, പിടിച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഭരണത്തിലേക്ക് എത്തിയാൽ പോലും തിരുവനന്തപുരത്ത് 7-8 സീറ്റാണെങ്കിലും അല്ല ഒരു 9 സീറ്റാണെങ്കിൽ പോലും കംഫർട്ടബിളാണ്, സുരക്ഷിതമാണെന്നാണ് CPM വിലയിരുത്തൽ, LDF വിലയിരുത്തൽ. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ തിരുവനന്തപുരം സെൻട്രൽ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലം, കരമന അവിടെ ഒരു കാര്യമായിട്ടുള്ള സുധീർ അവിടെ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഇതാദ്യമായിട്ട് പിന്നെ CP ജോൺ നിയമസഭയിലെത്താനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. നേമവും കഴക്കൂട്ടവും നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നേമം UDF LDF BJP LDF ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. ഒരു 50-50% സാധ്യതയുണ്ട്. ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കാം, ചിലപ്പോൾ ജയിക്കാതെയും ഇരിക്കാം. ജയിക്കാതെ ഇരുന്നാൽ ആ സീറ്റ് വരുന്നത് LDF തന്നെയാണ്. കഴക്കൂട്ടത്ത് നേരത്തെ പ്രതീക്ഷിച്ച അത്രയും ഒരു ഫൈറ്റ് ഇപ്പോൾ BJP-യുമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അവിടെ കടകംപള്ളി ഒരുപക്ഷെ ഫ്ലൈറ്റ് എഡ്ജിൽ ജയിച്ച് കയറിയേക്കാം. ഈ പറയുന്ന നാടാർ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് ചിലപ്പോൾ 1-2 സീറ്റ് കിട്ടിയേക്കാം, കോവളം നിലനിർത്തിയേക്കാം. ഇങ്ങനെയൊക്കെ പോയാൽ പോലും ഒരു 8-9 സീറ്റിൽ കംഫർട്ടബിളായിട്ട് LDF ലാൻഡ് ചെയ്യും. അതൊരു തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന എഡ്ജ്, ഭരണത്തിലേക്കുള്ള ഒരു എഡ്ജിന് ഒരു പ്രതീക്ഷയുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. മറ്റൊരു ഈ സാമുദായിക സമവാക്യം അല്ലെങ്കിൽ കണക്കുകളൊക്കെ മാറ്റിവെച്ചാൽ ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടി തലസ്ഥാന നഗരമായതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരുപാട്, ഇപ്പോൾ ഈ ഒരു NDA നഗരസഭ BJP നഗര കോർപ്പറേഷൻ ഭരണമേറ്റതിന് ശേഷം വഴിവിളക്കിൻ്റെ പ്രശ്നം, മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രത്യേകിച്ചും ഈ BJP വലിയ തരത്തിൽ കൺവെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഈ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഇതൊക്കെ ഏത് രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുക? അത് വോട്ടർമാരെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് LDF-നായിരിക്കുമോ UDF-നായിരിക്കുമോ ഗുണകരമാകുക? എനിക്ക് തോന്നുന്നു അത് പക്ഷേ അത്രത്തോളം ചർച്ച ചെയ്യാൻ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കഴിഞ്ഞിട്ടില്ല. ശേഷമാണ് അത് കൂടുതലായിട്ടും വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടമുണ്ടല്ലോ, ആ കണക്ക് വെച്ചാൽ പോലും നമ്മൾ സാധാരണ എന്താ പറയുക, തദ്ദേശത്തിൽ UDF തരംഗം എന്നാണല്ലോ പറയുന്നത്. തദ്ദേശത്തിൽ ആ തരംഗത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? LDF 10, UDF 2, NDA 2 അപ്പോൾ ഈ പറയുന്നത് പോലെ UDF-ന് ഒരു അമിത പ്രതീക്ഷയൊന്നും തിരുവനന്തപുരത്ത് വേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ചിറയൻകീഴ് നെയ്യാറ്റിൻകരയാണ് UDF-ന് തദ്ദേശത്തിൽ ലീഡെടുക്കാൻ കഴിഞ്ഞത്. കോവളത്ത് അവരുടെ കയ്യിലിരിക്കുന്ന കോവളത്ത് ലീഡെടുത്തിട്ടില്ല. വട്ടിയൂർക്കാവും നേമത്തും NDA ലീഡെടുത്തു. പക്ഷേ ആ ലീഡ് NDA-യ്ക്കും ആ തദ്ദേശത്തിലെടുത്ത ലീഡ് ഇങ്ങോട്ട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 2016 നിയമസഭയ്ക്ക് സമാനമായ രീതിയിലായിരിക്കും തിരുവനന്തപുരം ജില്ലയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 മണ്ഡലമല്ലേ ലീഡ് വന്നേ? 10 വന്നപ്പോൾ LDF. ഞാൻ പറയുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നോ ഫലം, അതിന് സമാനമായിട്ടുള്ള ഒരു ഫലം തന്നെയായിരിക്കും 2026 വരാൻ പോകുന്നത്. അതിൽ NDA-യുടെ ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ LDF 10-ഉം UDF മാക്സിമം 4-ഉം എന്ന തരത്തിലേക്ക് മാത്രമായിരിക്കും എത്താൻ പറ്റുക. തിരുവനന്തപുരം ജില്ലയിൽ നേമവും വട്ടിയൂർക്കാവും സ്വാഭാവികമായിട്ടും NDA വലിയ പ്രതീക്ഷ വധിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വട്ടിയൂർക്കാവ് എന്താണെങ്കിലും
പട്ടികക്കാവിലെ മത്സരം വിജയിക്കാനുള്ള ഒരുപാട് യാതൊരു മത്സരം എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നേമത്ത് വിജയിക്കും എന്നൊക്കെ നമ്മൾ അവസാന ഘട്ടം വരെ പറയുമെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് നേമത്ത് NDA തവണയും 2ാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായി കേരളത്തിൽ നടന്ന ഒരു മണ്ഡലമാണ് നേമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ചിതറിപ്പോകുന്ന ഒരു സാഹചര്യവും ഇല്ലാതെ തന്നെ ഇത്തവണ കൃത്യമായി LDF ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വോട്ടുകൾ അവിടെ നിർണായകമാവും. മാത്രമല്ല അവിടുത്തെ മുസ്ലിം വോട്ടുകളിൽ 90% മുകളിൽ തന്നെ LDFന് ഇത്തവണ പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ മറ്റഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന അത് മറ്റു മണ്ഡലങ്ങളിൽ, കേരളം മുഴുവനുള്ള മറ്റു മണ്ഡലങ്ങളിൽ UDFനെ സപ്പോർട്ട് ചെയ്ത വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും നേമത്ത് വന്നപ്പോൾ LDFനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു ഘട്ടം വരുമ്പോൾ നേമവും LDF പക്ഷത്തേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും 10-4 എന്ന രീതിയിലായി പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങളിലുള്ള സാഹചര്യം LDFന് അനുകൂലമായ സാഹചര്യമായിരിക്കും. നമ്മുടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ പിന്നെ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഈ സിംഗിൾ ഹാൻഡഡ്ലി ആയിട്ട് BJP അവിടെ കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അത് വാർത്തകളിലൂടെ ഉണ്ടായൊരു നെറേറ്റീവാണ്. BJPയുടെ തന്നെ അവിടുത്തെ വിലയിരുത്തൽ 4000-4500 ഉള്ളൂ. അതൊക്കെ അതായത് നമ്മുടെ എക്സിറ്റ് പോൾ സൂചനകളിലാണെങ്കിൽ പോലും UDFന് മേൽക്കൈയുണ്ടെങ്കിലും വലിയ തരംഗം ഉണ്ടാകില്ല എന്നുള്ളതാണല്ലോ. അതൊക്കെ ഈ തിരുവനന്തപുരത്ത് ഒന്നും അത്തരത്തിൽ UDFന് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലെ? അങ്ങനെ പറയാൻ കഴിയില്ല. പ്രതീക്ഷയിൽ പറയുന്നത് തെക്കൻ മേഖലയിലെ 2 പ്രധാനപ്പെട്ട ജില്ലകളിൽ തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞ തവണ 1ഉം 2ഉം MLA മാരുണ്ടായിരുന്ന ആകെ 3 MLA മാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ ഇത്തവണ മാറ്റമുണ്ടാവുമെന്ന് പലതവണ UDF ആവർത്തിച്ച് പറയുന്നതിലെ കാരണങ്ങൾ പലതാണ്. ഒന്ന് ഈ സാമുദായികമായ വിഷയങ്ങൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അത് വലിയ തോതിൽ UDFന് ഗുണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ 2 മണ്ഡലങ്ങളിലും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ സ്ഥിതി വെച്ച് നോക്കിയാൽ ഏതാണ്ട് 14 ജില്ലകളിൽ 2 സീറ്റ് വീതം അധികം വന്നാൽ ഇതിൻ്റെ ഈക്വേഷൻ മാറി. ആ 2 സീറ്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ 7 സീറ്റുകൾ വരെ അവർ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് വലിയ നേട്ടത്തിലേക്ക് പോകും. കൂട്ടിച്ചേർത്തോടെ അതായത് ഇപ്പോൾ 2011 നേരത്തെ പറഞ്ഞല്ലോ UDF ജയത്തിൽ വലിയ നിർണായകമായത് തിരുവനന്തപുരം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന് തൊട്ട് മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പിടിച്ചത് UDF ആയിരുന്നു. പക്ഷെ ഇത്തവണ അതല്ല സാഹചര്യം. അവിടെ LDF ആണ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചത്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി എന്ന് പറയുമ്പോഴും മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് നോക്കുമ്പോൾ LDFന് എഡ്ജുണ്ട്. ജില്ലാ പഞ്ചായത്ത് നേരിയ വ്യത്യാസത്തിനാണെങ്കിൽ പോലും LDF ആണ് ഭരിക്കുന്നത്. 2010 അതായിരുന്നില്ല സാഹചര്യം. UDF അന്ന് 8 ജില്ലാ പഞ്ചായത്തുകൾ ജയിച്ചു, അതിലൊന്ന് തിരുവനന്തപുരമായിരുന്നു. ഇത്തവണ തിരുവനന്തപുരം പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. LDF നിലനിർത്തുകയാണ് ചെയ്തത്. തദ്ദേശത്തിൽ പൊതുവെ UDFന് തിരിച്ചടിയാ. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശത്തിൽ പൊതുവെ UDFന് തിരിച്ചടിയാണ്. അതിൽ വാമനപുരത്ത് മാത്രമാണ് 1000-ൽ താഴെ വോട്ട് LDFന് ഭൂരിപക്ഷം ഉള്ളത്, 905. ബാക്കി എല്ലാ കേവലം 6 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷവും UDFന് തിരിച്ചടിയാണ് എന്നാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് സമാനമായ സാഹചര്യമായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലല്ല, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അങ്ങനെ തന്നെ നടക്കട്ടെ. അതായത് റിസൾട്ടും അങ്ങനെ നിൽക്കുകയാണല്ലോ. പക്ഷേ അവരുടെ പ്രതീക്ഷ ഇത്തരം ചില സംഭവങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ. ഒന്ന് ഈ ഭരണവിരുദ്ധ വികാരത്തിലുണ്ടാകുന്ന വോട്ടിങ്, ഈ ന്യൂനപക്ഷ ഏകീകരണം എന്ന തരത്തിൽ വരുന്ന വോട്ടിങ്, ഇതൊക്കെ വലിയ തോതിലാണ് UDFന് പ്രതീക്ഷ. തലസ്ഥാനത്ത് ഒന്നുമില്ലാത്തടത്തു നിന്നാണ് ഇത്തരത്തിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഞാൻ പറഞ്ഞു 99 സീറ്റുള്ള LDFനെ അധികാരത്തിൽ നിന്ന് കളയാൻ വേണ്ടി അവിടെ 6 സീറ്റ് നേടിയാൽ പോലും പറ്റില്ല. അതായത് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നതെന്ന് വെച്ചാൽ CPM അവിടെ വലിയ പരീക്ഷണത്തിൽ നിന്നിട്ടില്ല. കാരണം ജില്ലാ സെക്രട്ടറി തന്നെ അവിടെ മത്സരിക്കുന്നു. പക്ഷേ UDFന്റെ പട്ടിക നോക്കുകയാണെങ്കിൽ അവർ പലതരത്തിലുള്ള പരീക്ഷണത്തിന് അവിടെ മുതിർന്നിട്ട് ഒന്ന് പരിചയസമ്പന്നമായ സ്ഥാനാർത്ഥികൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ N ശക്തനെ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ VS സുനിൽകുമാറിനെ അരുവിലേക്ക് അയക്കുന്നു. പുതുമുഖങ്ങളെ നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങൾ അവിടെ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ കാട്ടാക്കട എടുക്കുകയാണെങ്കിലും വാമനപുരം എടുക്കുകയാണെങ്കിലും പുതുമുഖങ്ങൾ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് UDF തിരുവനന്തപുരത്ത് തയ്യാറാണ്. പോലും ശമരിത എന്ന് പറയുന്ന ഒരു ഉഗ്ര രാജീവ് ചന്ദ്രശേഖരനെ നേരിടാൻ സമാനമായ മത്സരിച്ചത് ഗുണം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ BJP ജയിക്കാനുള്ള ഒരു സാധ്യത കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതെ. അപ്പോൾ തലസ്ഥാനത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് വിപുലമായിട്ടുള്ള ചിത്രമാണ്. ഇത്രയും മണ്ഡലങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ അവിടെ പ്രധാന വിഷയമാകുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എന്താകും എന്നുള്ളത് ഒരു സർപ്രൈസ് നിലനിൽക്കുന്ന പല മണ്ഡലങ്ങളും തലസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തലസ്ഥാനത്തിന്റെ ചിത്രം നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ